മുഖ്യമന്ത്രിയുടെ ഗൺമാന് നോട്ടീസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച ഹാജരാകാൻ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ സേനയിലെ എസ് സന്ദീപിനും നോട്ടീസ് നൽകി. ആലപ്പുഴ സൌത്ത് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് നോട്ടീസ് കൈമാറിയത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ വിവാദമായ വിഷയത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാനും നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് നീതി എന്ന തരത്തിൽ വിമർശനമുയർന്ന വിഷയത്തിലാണ് ഇപ്പോൾ നീക്കം. വൈകിയാണെങ്കിലും ഇത്തരം നടപടികളിലേക്ക് പോകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, തീർച്ചയായിട്ടും ഈ കേസിൽ നടപടിക്രമങ്ങൾ വളരെ വൈകുന്നു എന്ന ആക്ഷേപം ഉണ്ടായിരുന്നു. കാരണം കോടതി ആദ്യം ഈ അടികൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേസിനായി സമീപിച്ചത് ആലപ്പുഴ സൗത്ത് പോലീസിനെയും ജില്ലാ പോലീസ് മേധാവിയുമാണ്. തുടർന്ന് അവിടെ നിന്ന് നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ആലപ്പുഴ കോടതിയെ സമീപിക്കുകയും കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തത്. പക്ഷേ ഈ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാറിനെയും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ സന്ദീപിനെയും ഇതുവരെ പോലീസ് മറ്റ് നടപടിക്രമങ്ങൾ, അതായത് കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പാലിക്കുകയോ അവരെ വിളിച്ചു വരുത്തിയോ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണെങ്കിലും കുറ്റം തെളിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. പക്ഷേ ഇവരെ സ്റ്റേഷനിലേക്ക് എത്താനോ ഇവരെ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ നീങ്ങാത്തതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് എത്തി നോട്ടീസ് കൈമാറുകയായിരുന്നു. ഈ അനിൽകുമാറും ഒപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ ഗൺമാനും കണ്ടാൽ അറിയാവുന്ന മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ 4ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കറിയാം വലിയ വിവാദങ്ങളിലേക്ക് നയിച്ച ഒരു സംഭവമായിരുന്നു. അതായത് നവകേരള സദസ്സ് കടന്നുപോകുന്ന ഘട്ടത്തിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധവുമായി നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന് ആക്രമിച്ചത്. ലാത്തിയടിയേറ്റ് തലയടക്കം പൊട്ടുകയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ തോമസിന്റെയും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന KSU ഭാരവാഹിയുടെയും കൈയൊടിയും ഒക്കെ ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾ വലിയ വിവാദമായതിനു ശേഷവും മുഖ്യമന്ത്രി കണ്ടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതേ നയം തന്നെയാണ് പോലീസും ഇപ്പോൾ ഈ കേസിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മെല്ലപ്പോക്കാണ്. തീർച്ചയായും ശരണ്യ, അത് തീർത്തും മനുഷ്യത്വരഹിതമായ നടപടിയായിരുന്നു. അവരുടെ അധികാരത്തിന് പുറത്ത് ഉള്ള നടപടിയായിരുന്നു. ഇതിപ്പോൾ കോടതിയുടെ കൂടി ഇടപെടലൊക്കെ ഉണ്ടായപ്പോൾ നിക്കക്കള്ളിയില്ലാതെ ഇനി മറ്റൊരു പോംവഴിയും ഇല്ലാതെയാണോ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഈ കേസിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയെങ്കിൽ പോലും FIR ഇട്ടിട്ടും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ നോട്ടീസ് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ഇവരുടെ കൈവശം ഇപ്പോൾ നൽകുകയായിരുന്നു. അങ്ങനെ നൽകിയ ശേഷമാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഹാജരാകാനായിട്ട് ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇവർ ഹാജരാകുമോ എന്നുള്ളതാണ് ഇനി നോക്കി കാണേണ്ടത്. ഒപ്പം തന്നെ അന്ന് ഇവർക്കെതിരെ എടുത്ത FIR ഇട്ട വകുപ്പുകളിൽ ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് പൊതുനിരത്തിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരെ കൈകാര്യം ചെയ്തത്. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിന്റെ കസ്റ്റഡിയിൽ, അതായത് 2 പേർ മാത്രമാണ് ആ പ്രതിഷേധ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അവര് വാഹനത്തിന്റെ മുന്നിലേക്ക് പോലും വന്നില്ല. അരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ, അരൂർ SIയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റിയെങ്കിലും യാതൊരു പ്രകോപനവും ഇല്ലാതെ വന്ന് ഇവർ മർദ്ദിക്കുകയായിരുന്നു. അതായത് പുറകെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷവും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്ന വാഹനം നിർത്തി അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവരെ വലിയ ലാത്തി കൊണ്ട് അടിക്കുകയായിരുന്നു. എന്തായാലും പ്രോട്ടോകോൾ പ്രകാരം അത്തരത്തിൽ ഇവർക്ക് ഇത്തരം ആയുധങ്ങൾ കൈവശം വെക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇവരുടെ സുരക്ഷാ രീതി, മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകേണ്ട ഇവർ എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രവർത്തകരെ നേരിട്ട് മർദ്ദിക്കുന്ന രീതിയിലേക്ക് എത്തിയത് നടക്കുമ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും നിയമപരമായത് തെറ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് എൻട്രി അടക്കം നൽകിക്കൊണ്ടാണ് സർക്കാർ അവരെ സ്വീകരിച്ചത്. അത്തരത്തിൽ വളരെ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിൽ ആണ് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ തിങ്കളാഴ്ച ഹാജരാകുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. രേണുക, ശരി. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകി.